ഗുഡ് മോർണിംഗ്. നാം ഇന്ന് പഠിക്കുവാൻ തുടങ്ങുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. നമുക്കറിയാം, ലോകത്ത് വ്യത്യസ്ത രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. സോൾ ട്രേഡർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ തന്നെ കമ്പനികൾ ലാർജ് സ്കെയിൽ ബിസിനസ് സ്ഥാപനങ്ങളാണ്. റിലയൻസ്, വിപ്രോ, അപ്പോളോ ടയേഴ്സ്, ACC സിമൻറ്റ് കമ്പനി, ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഇങ്ങനെ 10,000-കണക്കിന് കമ്പനികൾ ഉണ്ട്. ഇത്തരം കമ്പനികൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. നാം പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കമ്പനികളുടെ അക്കൗണ്ട്സിനെ കുറിച്ചാണ്. ഇന്ത്യ രാജ്യത്തെ കമ്പനികളെ നിയന്ത്രിക്കുന്ന നിയമമാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013, 2013 പാസ്സാക്കിയതായിരിക്കുന്ന കമ്പനീസ് ആക്ട്. അതിനു മുമ്പുണ്ടായിരുന്ന നിയമമാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. അത് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 2013 കമ്പനീസ് ആക്ട് വന്നത്. അതനുസരിച്ചുള്ള കമ്പനികളുടെ അക്കൗണ്ട് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് നാം പഠിക്കുന്നത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, കമ്പനി എന്നാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ക്രിയേറ്റഡ് ബൈ ലോ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമമാണ് ആ കമ്പനിയെ കമ്പനിയാക്കി പ്രതിഷ്ഠിക്കുന്നത്. ആ പ്രോസസ്സിനെ ഇൻകോർപ്പറേഷൻ എന്നോ രജിസ്ട്രേഷൻ എന്നോ പറയുന്നു. ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നു. രജിസ്റ്റർ ചെയ്യാതെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ കമ്പനി ഉണ്ടാവില്ല എന്ന് കരുതി കമ്പനികൾ എല്ലാ കമ്പനികളും രജിസ്റ്റേർഡ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കമ്പനികൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചാർട്ടേഡ് കമ്പനികൾ. ചാർട്ടേഡ് ഒരു രാഷ്ട്രത്തലവനോ കിങ്ങോ ക്യൂനോ ഒരു പ്രൊക്ലമേഷൻ മുഖേന, ഓർഡർ മുഖേന ഉണ്ടാക്കുന്ന കമ്പനികളാണ് ചാർട്ടേഡ് കമ്പനികൾ. അങ്ങനത്തെ ഒരു കമ്പനിയായിരുന്നു നമ്മളെ ആദ്യം ഇവിടെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ചാർട്ടേഡ് കമ്പനിയായിരുന്നു. ഇന്ന് ഇംഗ്ലണ്ടിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ചാർട്ടേഡ് കമ്പനിയാണ്. രണ്ടാമത്തെ ഒരു കമ്പനിയുണ്ട്, അതിന് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുക. സ്റ്റാറ്റ്യൂട്ടറി ഇന്ത്യൻ പാർലമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ നിയമം മുഖേന ഉണ്ടാക്കുന്ന കമ്പനികളാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനികൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI അതിന് എക്സാമ്പിളാണ്. LICയും അതിന് എക്സാമ്പിളാണ്. കാരണം ഇത് രണ്ടും ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി നിയമമുണ്ടാക്കി അതുവഴി ഉണ്ടാക്കപ്പെട്ട കമ്പനികളാണ്. ബാക്കി എല്ലാ കമ്പനികളും രജിസ്റ്റേർഡ് കമ്പനികളാണ്. രജിസ്റ്റേർഡ് കമ്പനിയിൽ പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിലയൻസ്, വിപ്രോ, അതേപോലെ തന്നെ ACC സിമൻറ്റ്, അതേപോലെ തന്നെ അപ്പോളോ ടയേഴ്സ്, ഇങ്ങനെ ചെറുതും വലുതുമായിരിക്കുന്ന ഒരുപാട് കമ്പനികൾ. ഈ രജിസ്റ്റേർഡ് കമ്പനികൾ തന്നെ 2 ടൈപ്പ് ഉണ്ടാവും. ഒന്ന് പ്രൈവറ്റ് കമ്പനികൾ. നമ്മുടെ മലബാറിലൊക്കെ ഉള്ള അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഉള്ള ഒരുപാട് കമ്പനികൾ, കണ്ണങ്കണ്ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, മലയാള മനോരമ ലിമിറ്റഡ്, നന്ദിലത്ത് കമ്പനീസ്, ഇവരൊക്കെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ്. മറ്റൊന്ന് പബ്ലിക് കമ്പനികളാണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക, അത് വേറെ തന്നെയാണ്. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾക്ക് ഷെയർ ഉള്ളതായിരിക്കുന്ന, ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഷെയർ വാങ്ങാൻ കഴിയുന്ന കമ്പനികളാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ. ഇതൊക്കെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണ്. റിലയൻസ്, വിപ്രോ, ACC ഒക്കെ. നാം അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ അക്കൗണ്ട്സാണ്. അല്ലാതെ പ്രൈവറ്റ് കമ്പനികൾക്കല്ല നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് ഇതും കൂടെ കവറിങ് വരും. പക്ഷേ ഇതിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളെക്കുറിച്ചാണ്. അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? രജിസ്റ്റേർഡ് കമ്പനികളുടെ അണ്ടറിൽ വരുന്നതാണ്. കമ്പനികൾ 3 ടൈപ്പ് ഉണ്ട്. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി. രജിസ്റ്റേർഡ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനികളെക്കുറിച്ചാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത് എന്നർത്ഥം.
ഒരു കമ്പനി ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്നാണ് വിളിക്കുക. പ്രൊമോട്ടേഴ്സ്. ഒരാളുടെ തലയിൽ ഒരു ഐഡിയ വരുന്നു, അത് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെ അതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. അതൊക്കെ നിങ്ങൾ കേട്ടിരിക്കും നിങ്ങളുടെ +2 ക്ലാസ്സുകളിൽ നിന്ന്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നാൽ ഒരു കമ്പനിയുടെ ഒരു ബേസിക് ഡോക്യുമെൻ്റാണ്. നമ്മുടെ വീടിൻ്റെയും പറമ്പിൻ്റെയും ഒക്കെ ആധാരം പോലെ കമ്പനിയുടെ ബേസിക് ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അത് എഴുതി തയ്യാറാക്കണം. അതിന് പ്രഗത്ഭരായിരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ്മാരുടെയോ വക്കീൽമാരുടെയോ ഒക്കെ സഹായം വേണം. കാരണം തെറ്റുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ 6 ക്ലോസുകൾ ഉണ്ടാകുമെന്നും 6 വകുപ്പായിട്ടാണ് എഴുതുക എന്നുമൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. 1 നെയിം ക്ലോസ്, 2 സിറ്റുവേഷൻ ക്ലോസ്, 3-മത്തത് ഒബ്ജക്റ്റ് ക്ലോസ്, 4-മത്തത് ക്യാപിറ്റൽ ക്ലോസ്, 5-മത്തത് ലയബിലിറ്റി ക്ലോസ്, 6-മത്തത് അസോസിയേഷൻ ക്ലോസ്. അതേപോലെ 2-മത്തെ ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതേപോലെ തന്നെ പ്രോസ്പെക്ടസ് 3-മത്തെ ഡോക്യുമെൻ്റാണ്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇല്ലാതെ കമ്പനികൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുവാൻ, രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കില്ല. ഒരു കമ്പനി ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കുന്നത് ധാരാളം ആളുകൾ കൂടിയിട്ടാണ്. ധാരാളം ആളുകൾ കൂടും. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വിളിക്കുക. ഷെയർ ഹോൾഡേഴ്സ് ഇവരൊക്കെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ എന്ന്. ഷെയർ ക്യാപിറ്റൽ. ദി ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് നോൺ ആസ് ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ പറയേണ്ടത്. ദി ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് നോൺ ആസ് ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഷെയർ എടുക്കുന്ന ആൾക്കാരാണ് ഇവരെ നമ്മൾ എന്താ വിളിക്കുക? ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്നാ വിളിക്കുക. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ വലിയൊരു സംഖ്യയായിരിക്കും. നമ്മൾ പറയുക 10 ലാഖാന്ന് സങ്കല്പിച്ചോ. 10 ലാഖ്. ഇതിനെ ഈക്വൽ വാല്യൂ ഉള്ളതായിരിക്കുന്ന ചെറിയ യൂണിറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ യൂണിറ്റ്സിന് പറയുന്ന പേരാണ് ഷെയർ എന്ന്. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ഈക്വൽ യൂണിറ്റ്സ്. ഈച്ച് യൂണിറ്റ് ഈസ് നോൺ ആസ് എ ഷെയർ. കമ്പനീസ് ആക്ടിൽ ഷെയറിൻ്റെ ഡെഫിനിഷൻ ബഹുരസമാണ്. എ ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. അതൊന്ന് പറഞ്ഞു നോക്കിയാൽ. എ ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു വിഹിതത്തിനാണ്, ഒരു ഓഹരിക്കാണ് ഒരു ഷെയർ എന്ന് പറയുന്നത്. ഒരു ഷെയറിന് ഒരു വാല്യൂ ഉണ്ടാവും. അത് ₹10 ആവാം, 100 ആവാം, 1000 ആവാം, എത്രയും ആവാം. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. 50 ആവാം, 25 ആവാം. ഇതിനെ നമ്മൾ പറയുന്ന പേര് നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്നാണ്. നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ. ഒരു ഷെയറിൻ്റെതാണത്. ഒരു ഷെയറും 2 ഷെയറും സാധാരണ ആരും വാങ്ങാറും വിൽക്കാറുമില്ല. ഇപ്പോൾ ഡിജിറ്റൽ മോഡിലായതുകൊണ്ട്, ഇലക്ട്രോണിക് മോഡിലായതുകൊണ്ട് 5ഉം 10ഉം ഷെയറൊക്കെ വാങ്ങാം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് 100, 200 ഷെയറുകളൊക്കെ ആയിരുന്നു വാങ്ങാറ്. ഇപ്പോൾ ഇലക്ട്രോണിക് മോഡിലായതുകൊണ്ട് 5ഉം 10ഉം ഷെയറുകൾ വാങ്ങാൻ കഴിയും. ഓക്കെ. ഒരു ഷെയറിന് ഒരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. അത് 10 ആവാം, 100 ആവാം, 1000 ആവാം എന്നാണ് പറഞ്ഞത്. ഈ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിന് തന്നെയല്ല ഒരു ഷെയർ വിൽക്കുന്നതിന് പറയാം ഇഷ്യൂ ചെയ്യുക എന്ന് പറയാം. ഷെയർ വിൽക്കുന്നതിന് പറയാം ഇഷ്യൂ. ചായ വിൽക്കുന്നതിന് ചായ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമോ? ഇല്ല, അത് പറയില്ല. ചായ ഇഷ്യൂ ചെയ്യുക, അരി ഇഷ്യൂ ചെയ്യുക, പഞ്ചസാര ഇഷ്യൂ ചെയ്യുക, അതിനൊന്നും പറയില്ല. പക്ഷേ ഷെയർ വിൽക്കുന്നതിന് എന്താ പറയുക? ഷെയർ ഇഷ്യൂ ചെയ്യുക. കമ്പനി ഷെയർ വിൽക്കുന്നതിന് പറയുക ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഷെയർ ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യുക. നല്ല എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ അവർ പിന്നീട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മോർ ദാൻ ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ മോർ ദാൻ ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എക്സസ് വാങ്ങുന്ന സംഖ്യക്ക് പറയുന്ന പേരാണ് പ്രീമിയം. അതായത് 100 രൂപയുടെ ഒരു ഷെയറാണ്. പക്ഷേ വെൽ റെപ്യൂട്ടഡ് കമ്പനിയാണ്, വേഗം അറിയപ്പെടും. എന്നാൽ അവരുടെ ഷെയർ 150-ന് വാങ്ങാനും 50 രൂപ അധികം കൊടുത്ത് വാങ്ങാനും ആൾക്കാരുണ്ടാവും മാർക്കറ്റിൽ. ഈ എക്സസ് വാങ്ങുന്ന 50-ന് പറയുന്ന പേരാണ് പ്രീമിയം എന്നാണ് പറയാം.
അപ്പോൾ അധികം വിലക്ക വിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അതല്ല ഫേസ് വാല്യൂവിന് തന്നെയാണ് വിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഷെയർ ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയും. ഷെയർ ഇഷ്യൂഡ് അറ്റ് പാർ, PAR, പാർ എന്ന് പറയും. 2013 കമ്പനീസ് ആക്ട് വരുന്നതിന് മുമ്പ് ഷെയർ ഫേസ് വാല്യൂവിനേക്കാളും വില കുറച്ച് വിൽക്കാമായിരുന്നു. അതിന് അന്ന് പറഞ്ഞിരുന്നത് ഷെയർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നാണ്. 2013 കമ്പനീസ് ആക്ട് വന്നതിന് ശേഷം ഷെയർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് നിരോധിച്ചു. ഇന്നെങ്ങാനും ഒരു കമ്പനീൻ്റെ സെക്രട്ടറിയോ കമ്പനീൻ്റെ ആൾക്കാരോ ഷെയർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ അയാൾക്ക് പെനാൽറ്റിയും വരും, അയാൾ ജയിലിൽ കിടക്കേണ്ടിയും വരും. ഇന്നത് ഒരു ഒഫൻസാണ്, പണിഷബിൾ ഒഫൻസാണ്. അതുകൊണ്ട് ഇന്ന് കമ്പനികളൊന്നും ഷെയർ ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യില്ല, ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ ഷെയർ എത്ര രീതിയിൽ ഇഷ്യൂ ചെയ്യാം? ഷെയർ ഇഷ്യൂഡ് അറ്റ് പാറും ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. എന്താ ഡിഫറൻസ്? ഫേസ് വാല്യൂവിന് വിൽക്കുകയാണെങ്കിൽ ഷെയർ ഇഷ്യൂഡ് അറ്റ് പാറ്, മോർ ദാൻ ഫേസ് വാല്യൂവിന് വിൽക്കുകയാണെങ്കിൽ ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഓക്കെ. ഈ ഷെയർ വാങ്ങുന്ന ആളുകളെ നമ്മളെന്താ വിളിച്ചത്? ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വിളിച്ചത്. ഷെയറിൻ്റെ ക്യാഷ് കമ്പനികൾ സാധാരണ ഒന്നിച്ച് കളക്ട് ചെയ്യാറില്ല, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുക. 10 രൂപേൻ്റെ ഷെയർ ആണെങ്കിൽ ആദ്യം ഒരു 3 രൂപ വാങ്ങും, നമ്മൾ എക്സാമ്പിൾ പറയാം. പിന്നെ ഒരു 2 രൂപ വാങ്ങും, പിന്നെ ഒരു 3 രൂപ വാങ്ങും, പിന്നെ ഒരു 2 രൂപ വാങ്ങും. ഇങ്ങനെയായിരിക്കും 3-2 ഇങ്ങനെ ആവാം. ഇനി അതല്ല, ഇവിടെ 2 ആവാം, ഇവിടെ 2 ആവാം, ഇവിടെ 1 ആവാം. ഇങ്ങനെയൊക്കെയാണ് വാങ്ങുക. ഇതിൻ്റെ കൂടെയാണ് പ്രീമിയം ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ കൂട്ടി വാങ്ങും. സാധാരണ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെയാണ് പ്രീമിയം വാങ്ങൽ. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിന് പറയുന്ന പേര് അപ്ലിക്കേഷൻ മണി എന്ന്. ഇതിനൊക്കെ ഓരോ പേരുണ്ട്. അപ്ലിക്കേഷൻ മണി എന്ന് പറയാം. രണ്ടാമത്തേതിന് പറയുന്ന പേര് അലോട്ട്മെൻറ്റ് മണി എന്ന് പറയാം. അലോട്ട്മെൻറ്റ് മണി. അലോട്ട്മെൻറ്റ് മണീൻ്റെ കൂടെയാണ് പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയം കൂട്ടി വാങ്ങുക. സാധാരണ അലോട്ട്മെൻറ്റ് മണീൻ്റെ കൂടെയാണ്. മൂന്നാമത്തതിന് പറയുന്ന പേര് ഫസ്റ്റ് കോൾ മണി എന്നാണ്. ഫസ്റ്റ് കോള്. അടുത്തതിന് പറയുന്ന പേര് സെക്കൻഡ് കോൾ എന്നാണ്. സെക്കൻഡ് കോള്. അവസാനത്തേന് പറയുന്ന പേര് എന്തായിരിക്കും? ഫൈനൽ കോൾ എന്ന് തന്നെ ആയിരിക്കും. ഫൈനൽ കോൾ. ചിലപ്പം സെക്കൻഡ് കോൾ ഉണ്ടാവില്ല, ഇത് തന്നെ ആയിരിക്കും ഫൈനൽ കോൾ വരിക. ഇവിടെ ഫൈനൽ കോളും കൂടെ കാണിച്ചതാണ്. ചിലപ്പം ഫൈനൽ കോളാണ്, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളാണ് ഉണ്ടാവുക. ഓക്കെ. ഷെയറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ് അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ തന്നെ കൊടുക്കണം. എന്ത്? അപ്ലിക്കേഷൻ മണി. പിന്നെ ഷെയർ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ പേരിലേക്ക് കിട്ടുന്നത് തന്നെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയാം. ആ സമയത്താണ് അലോട്ട്മെൻറ്റ് മണി കൊടുക്കേണ്ടത്. പിന്നീട് കമ്പനി ആവശ്യപ്പെടുന്ന സമയത്താണ് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഓക്കെ. അങ്ങനെ ഒരാൾ ഫുള്ള് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ അയാളുടേതായിട്ട് മാറും. ഇനി അതല്ല, അയാൾ എന്ത് ചെയ്തു? ഇവിടം വരെ കൊടുത്തു, ഫസ്റ്റ് കോൾ വരെ കൊടുത്തു, ഇത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പല പ്രാവശ്യം ഷെയർ കമ്പനിയിൽ നിന്ന് അയാൾക്ക് അറിയിപ്പ് കിട്ടി, ഇതാ നിങ്ങൾ തരാനുള്ള ക്യാഷ് അടക്കണം എന്നൊക്കെ പറയും. എന്നിട്ടൊന്നും അയാൾക്ക് അടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ കമ്പനിക്ക് അയാളുടെ ഷെയറുകൾ ക്യാൻസൽ ചെയ്യാം. അതിന് പറയുന്ന പേര് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്നാണ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്നാണ് അതിന് പറയാം. ഫോർഫീച്ചർ, ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. വാട്ട് ഈസ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. എന്ത് കാരണം കൊണ്ട്? ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾ മണി ഓർ അലോട്ട്മെൻറ്റ് മണി. ചില ആൾക്കാർ ഇത് തന്നെ കൊടുക്കൂല, അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. ഓക്കെ. ആ സമയത്ത് അദ്ദേഹം അടച്ച ക്യാഷ് ഉണ്ടല്ലോ, ഷെയർ ഹോൾഡർ അടച്ച ക്യാഷ്, അതൊന്നും തിരിച്ചു കൊടുക്കൂല. അതൊക്കെ കമ്പനിക്കുള്ളതാണ്, കമ്പനി എടുക്കുക ചെയ്യാം. ഇതിനെ ഫോർഫീച്ചർഡ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് കമ്പനി എടുക്കുകയാണ് ചെയ്യാം. ഓക്കെ. ചില ആളുകൾ ഈ കോളെ കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതായത് ഫസ്റ്റ് കോൾ ആവശ്യപ്പെടും. ഫസ്റ്റ് കോൾ ആവശ്യപ്പെടുന്നവർ അയാൾ എന്ത് ചെയ്യും? ഇതും കൂടെ അങ്ങ് കൊടുത്തേക്കും, എക്സസും കൂടെ. സെക്കൻഡ് കോൾ കമ്പനി ആവശ്യപ്പെട്ടില്ലെങ്കിൽ അങ്ങ് കൊടുത്തേക്കും. അങ്ങനത്തേന് നമ്മൾ പറയുന്ന പേര് കോൾസ് ഇൻ അഡ്വാൻസ്. അങ്ങനെ കിട്ടിയാൽ കോൾസ് ഇൻ അഡ്വാൻസ്. നമ്മൾ കമ്പനീൻ്റെ ഭാഗത്തു നിന്നാട്ടോ ചിന്തിക്കേണ്ടത്, ഷെയർ ഹോൾഡറുടെ ഭാഗത്തു നിന്നല്ല. കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ്. എന്നാൽ ചില മനുഷ്യന്മാർ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കമ്പനി ആവശ്യപ്പെട്ടാലും കൊടുക്കൂല. കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടാവില്ല. കാരണം ഗൾഫിലൊക്കെ ഉള്ള സമയത്തായിരിക്കും ഷെയർ വാങ്ങിയത്. പിന്നെ ഗൾഫിൽ നിന്ന് കൊറോണ കാരണമായിട്ട് കയറ്റി വെച്ച് ജോലിയൊക്കെ പോയി ക്യാഷൊന്നുമില്ല. പിന്നീട് കമ്പനിയിൽ നിന്ന് കത്തിങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം വായിക്കാമെന്നല്ലാതെ എന്ത് ചെയ്യാനാ, ക്യാഷ് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുന്നവരെ നമ്മളതിന് പറയുന്ന പേര് കോൾസ് ഇൻ എരിയർ എന്നാണ്. കോൾസ് ഇൻ എരിയർ. കമ്പനി ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്ത ഭാഗത്തിനാണ് എന്ത് പറയുക? കോൾസ് ഇൻ എരിയർ.
കോഴ്സിന് എരിയർ വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ഷെയർ എന്ത് ചെയ്യുക, ഫോർഫീറ്റ് ചെയ്യാം. ഓക്കെ. നമുക്കറിയാം 2 രീതിയിൽ അക്കൗണ്ടൻസി ബുക്സുകൾ കീപ്പ് ചെയ്യാം. ഒന്ന് ക്യാഷ് ബേസ് സിസ്റ്റവും മറ്റൊന്ന് മെർക്കൻറ്റൈൽ ബേസ് സിസ്റ്റവും. ക്യാഷ് ബേസ് സിസ്റ്റവും മെർക്കൻറ്റൈൽ ബേസ് സിസ്റ്റവും. ഡോക്ടർമാർക്ക്, പ്രൊഫഷണൽസിനൊക്കെ, CMAക്കാർക്ക്, CAക്കാർക്കൊക്കെ ക്യാഷ് ബേസ് സിസ്റ്റം ഫോളോ ചെയ്യാം. എന്നാൽ കമ്പനിക്ക് അങ്ങനെയല്ല. കമ്പനിക്ക് മസ്റ്റായിട്ട് മെർക്കൻറ്റൈൽ സിസ്റ്റം ഫോളോ ചെയ്യണം. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മെർക്കൻറ്റൈൽ സിസ്റ്റം ഫോളോ ചെയ്യണം. ഈ മെർക്കൻറ്റൈൽ സിസ്റ്റത്തിൽ നമുക്കറിയാം ജേണൽ എൻട്രിയാണ് ആദ്യം. ട്രാൻസാക്ഷൻ നമ്മൾ പഠിച്ചു തരാം. ആദ്യം അക്കൗണ്ടൻസിയിൽ ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? ട്രാൻസാക്ഷൻ. മുമ്പ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ എന്തായി മാറുന്നു? ജേണൽ എൻട്രി ആയി മാറുന്നു. ജേണൽ എൻട്രി എന്തായി മാറുന്നു? ലെഡ്ജറായി മാറുന്നു. ലെഡ്ജർ എന്തായി മാറുന്നു? ട്രയൽ ബാലൻസ് ആകുന്നു. ഒരു വർഷത്തിൻ്റെ അവസാനം ട്രയൽ ബാലൻസ് ആയി പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. ട്രയൽ ബാലൻസിൽ നിന്ന് എന്തുണ്ടാക്കാം? ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കാം. ഫൈനൽ അക്കൗണ്ട്സ് എന്തൊക്കെയാണ് ഫൈനൽ അക്കൗണ്ട്സ്? ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, P&L അക്കൗണ്ട് എന്നാട്ടോ ബ്രീഫായിട്ട് പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടാമത്തത് എന്ത്? ബാലൻസ് ഷീറ്റ്. മൂന്നാമത്തത് എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനിയും പറയാറുണ്ട്, നാലാമത്തും പറയാറുണ്ട് നോട്ട്സ്. അത് ഇതിൻ്റെ ഭാഗം തന്നെ. കാരണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമ്പ്യൂട്ടേഷനും കാൽക്കുലേഷനും വേണ്ടി വരും. അതിനാണ് എന്ത് കൊടുക്കുന്നത്? നോട്ട്സ് ഓൺ അക്കൗണ്ട് എന്നാണ് പറയുക. നോട്ട്സ് ഓൺ അക്കൗണ്ട്സ്. ഇതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ മെയിനായിട്ട് പറയൽ ഇത് മൂന്നാണ്. ഏതൊക്കെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനാണ് P&L അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? P&L അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കാണാൻ. ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കാണാനാണ് എന്തുണ്ടാക്കുന്നത്? P&L അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. എന്തിനാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്? അസറ്റും ലാബിലിറ്റിയും കാണാൻ. അസറ്റ്സ്, മറ്റൊന്നെന്ത്? ലാബിലിറ്റീസ് അസർട്ടൈൻ ചെയ്യാൻ. കമ്പനിയുടെ കൈവശം എന്തൊക്കെ ആസ്തികളുണ്ട് അതിനാണ് അസറ്റ്സ് എന്ന് പറയാം. കമ്പനി എന്തൊക്കെ കൊടുക്കാനുണ്ട് അതിനാണ് എന്ത് പറയുക? ലാബിലിറ്റീസ് എന്നും പറയാം. അതിനാണ് എന്തുണ്ടാക്കുന്നത്? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. എന്തിനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ വഴികളിലൂടെ ക്യാഷ് കമ്പനിയിലേക്ക് വന്നു അതിന് പറയാം ഇൻഫ്ലോ എന്നാണ് പറയാം. ഇൻഫ്ലോ. ഏതൊക്കെ വഴികളിലൂടെ ക്യാഷ് കമ്പനിയിൽ നിന്ന് പോയി അതിനെന്താ പറയുക? ഔട്ട്ഫ്ലോ എന്നാണ് പറയാം. ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ മനസ്സിലാക്കാനാണ് ഏതുണ്ടാക്കുക? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇത്രയുമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ബാക്കി മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം.